പകുതിവില തട്ടിപ്പ് കേസിൽ കുടുംബശ്രീ ശുപാർശ ചെയ്ത നിലമ്പൂർ JSSന് നഷ്ടമായത് 28 ലക്ഷം. കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ JSS വഴി പണം നൽകാൻ ആവശ്യപ്പെട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സ്കൂട്ടറിനായി തുക ശേഖരിച്ചത്. ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഈ പകുതിവില തട്ടിപ്പിലേക്ക് കുടുംബശ്രീയും പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ കത്താണ് ഇതിന് നൽകിയിരിക്കുന്നത് എല്ലാ CDS ചെയർപേഴ്സൺമാർക്കും. അതായത് മലപ്പുറം ജില്ലയിൽ 12 നഗരസഭകളും ഒപ്പം തന്നെ 94 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. ഈ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഓരോ കുടുംബശ്രീ ചെയർപേഴ്സൺമാരുണ്ട്. ഈ ചെയർപേഴ്സൺമാർക്ക് നിലമ്പൂർ ആസ്ഥാനമായുള്ള JSS എന്ന ഒരു സൊസൈറ്റി, ഒരു NGO ആണ്. ആ NGO വഴി ഈ ആനുകൂല്യം വാങ്ങിക്കാം എന്നാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഈ കത്ത് എല്ലാ കുടുംബശ്രീ ചെയർപേഴ്സൺമാർക്കും നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് JSSന് 28 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആനന്ദ്കുമാറിനാണ് ആ പണം നൽകിയിട്ടുള്ളത് എന്നാണ്. പക്ഷേ JSS അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ JSS അധികൃതർ അറിയിക്കുന്നത്. എങ്കിലും അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നു. ശാന്തൻ, അതൊരു സ്വകാര്യ ഒരു ട്രസ്റ്റാണ്. PV അബ്ദുൾ വഹാബ് MP ആണ് അതിൻ്റെ ചെയർമാൻ. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു NGO തന്നെയാണ്. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. ജൻ ശിക്ഷൻ സദൻ എന്നാണ് അതിൻ്റെ പേര്. അതാണ് JSS. അത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഈ സ്ഥാപനം വഴി സാധാരണക്കാരായ ആൾക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും അതുപോലെ തൊഴിൽ ഉപകരണങ്ങളും നൽകുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി ഇവർ ഈ അനന്തകൃഷ്ണനിൽ നിന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 28 ലക്ഷം രൂപ നൽകുകയും ചെയ്ത് 28 ലക്ഷം രൂപ അവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പൊതുജനങ്ങളിൽ നിന്ന്, കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പണം വാങ്ങിച്ചിട്ടില്ല എന്നാണ് JSS അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു സർക്കാർ ഏജൻസി ഇത്തരത്തിൽ ഉള്ള ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ ഉപയോഗപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു കത്ത് നൽകിയതാണ് ഏറെ ദുരൂഹതയും അതിൽ സംശയമുണർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി, മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.